Hi all. Today we will discuss about the small signal analysis of C amplifier using small signal hybrid pi model for mid frequency. So നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഹൈബ്രിഡ് പൈ മോഡൽ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ പഠിച്ചു. സ്മോൾ സിഗ്നൽ ഇക്വലൻ്റ് അതിൻ്റെ ഇക്വലൻ്റ് സർക്യൂട്ട് നമ്മൾ വരച്ചു. സോ ആ ഹൈബ്രിഡ് പൈ മോഡൽ യൂസ് ചെയ്തിട്ട് നമ്മൾ സി ആംപ്ലിഫയറിൻ്റെ സ്മോൾ സിഗ്നൽ അനാലിസിസ് ചെയ്യുവാണ്. സോ ഫോർ മിഡ് ഫ്രീക്വൻസി. സോ ഈ ഒരു അനാലിസിസ് ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ. സോ ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ R1 R2 വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റേഴ്സ് ആണ്. ഇവിടെ രണ്ട് കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് ദ ബേസ് കപ്ലിംഗ് കപ്പാസിറ്റർ CB അല്ലെങ്കിൽ ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ ആൻഡ് ദ ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ CC. അതുപോലെ തന്നെ ഒരു എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്ററും യൂസ് ചെയ്യുന്നുണ്ട്. സോ RE തെർമൽ സ്റ്റെബിലിറ്റി ചെയ്യാൻ വേണ്ടി നമ്മൾ RE എമിറ്റർ റെസിസ്റ്റർ, ദെൻ കളക്ടർ റെസിസ്റ്റേഴ്സ്, ഇവിടെ ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ അതിന് ക്രോസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത്. VS എന്ന് പറയുന്നത് നമ്മുടെ സപ്ലൈ വോൾട്ടേജ്, അതുപോലെ തന്നെ RS എന്ന് പറയുന്നത് സീരീസ് റെസിസ്റ്റൻസ് ആണ്. സോ ഇതാണ് നമ്മുടെ RC കപ്പിൾഡ് ആംപ്ലിഫയർ അല്ലെങ്കിൽ C ആംപ്ലിഫയർ എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഒരു മിഡ് ഫ്രീക്വൻസി അനാലിസിസ് ചെയ്യുമ്പോൾ അതിനകത്ത് ചില കണ്ടീഷൻസ് നമുക്കറിയാം. മിഡ് ഫ്രീക്വൻസി അനാലിസിസിൽ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സും ബൈപ്പാസ് കപ്പാസിറ്റേഴ്സും ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യണം. അതുപോലെ തന്നെ ട്രാൻസിസ്റ്ററിൻ്റെ ഇൻറ്റേർണൽ കപ്പാസിറ്റൻസ് എല്ലാം ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യണം. ഇതൊക്കെ നമ്മൾ അറിയാവുന്ന കാര്യങ്ങളാണ്. സോ ഈ അപ്രോക്സിമേഷൻസ് ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ മിഡ് ഫ്രീക്വൻസി അനാലിസിസ് ചെയ്യുന്നത്. സോ അതിൻ്റെ സ്റ്റെപ്സ് ഓരോന്നായിട്ട് നോക്കാം. ഡ്രോ ദ ഇക്വലൻ്റ് AC സർക്യൂട്ട് ഓഫ് C ആംപ്ലിഫയർ. നമ്മൾ ഈ C ആംപ്ലിഫയറിൻ്റെ ഇക്വലൻ്റ് സർക്യൂട്ട് വരയ്ക്കുക. അതാണ് നമ്മുടെ ഫസ്റ്റ്, അല്ലെങ്കിൽ അതിൻ്റെ AC ഇക്വലൻ്റ് സർക്യൂട്ട് വരയ്ക്കുക. സോ അത് വരയ്ക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, ഇവിടെ ഞാൻ കുറേ കപ്പാസിറ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞു, CB CC CE, ഇതെല്ലാം ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. സോ AC ഇക്വലൻ്റ് സർക്യൂട്ട് വരയ്ക്കാൻ വി ഷുഡ് ഷോർട്ട് സർക്യൂട്ട് all the capacitors. കപ്പാസിറ്റേഴ്സിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക. ദെൻ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് CB CC അതുപോലെ CE എല്ലാം ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. അതോടൊപ്പം നമ്മുടെ VCC സപ്ലൈ വോൾട്ടേജസിനെയും എന്ത് ചെയ്യണം? ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. സോ അതിൽ തന്നെ വരുന്ന സ്റ്റെപ്പാണ് ഷോർട്ട് സർക്യൂട്ട് ഓൾ ദ DC സോഴ്സസ്. സോ ഷോർട്ട് സർക്യൂട്ട് ഓൾ ദ കപ്പാസിറ്റേഴ്സ്, ഓൾ ദ DC സോഴ്സസ്. സോ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന DC വോൾട്ടേജ് VCC ആണ് നമ്മുടെ സപ്ലൈ വോൾട്ടേജ്. ദാറ്റ് ഈസ് VCC DC ബയാസിങ്. സോ ആ VCC നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. സോ അങ്ങനെ നമുക്ക് AC ഇക്വലൻ്റ് സർക്യൂട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഹൈബ്രിഡ് പൈ മോഡൽ യൂസ് ചെയ്തിട്ടാണ് ഇത് അനാലിസിസ് ചെയ്യുന്നത്. സോ ഈ ഒരു ട്രാൻസിസ്റ്ററിനെ നമ്മൾ ഹൈബ്രിഡ് പൈ മോഡൽ യൂസ് ചെയ്ത് റീപ്ലേസ് ചെയ്യണം. സോ റീപ്ലേസ് ദ ട്രാൻസിസ്റ്റർ വിത്ത് ഹൈബ്രിഡ് പൈ മോഡൽ. സോ ഹൈബ്രിഡ് പൈ മോഡൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതാണ് നമ്മുടെ ഹൈബ്രിഡ് പൈ മോഡൽ. സോ VPi RPi ദെൻ GM VPi, അതാണ് നമ്മുടെ കറണ്ട് സോഴ്സ് എന്ന് പറയുന്നത്. R0 ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണ്. സോ ബേസ്, കളക്ടർ ആൻഡ് എമിറ്റർ. ഇത് നമ്മൾ ഡിസൈൻ ചെയ്തു ഹൈബ്രിഡ് പൈ മോഡൽ ഫോർ മിഡ് ഫ്രീക്വൻസി. നമ്മൾ പറഞ്ഞു മിഡ് ഫ്രീക്വൻസിയിലും ലോ ഫ്രീക്വൻസിയിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഹൈബ്രിഡ് പൈ മോഡലാണിത്. അത് കഴിഞ്ഞ ലെക്ചറിൽ അത് നമ്മൾ കമ്പയർ ചെയ്ത് പഠിച്ചതാണ്. ഹൈ ഫ്രീക്വൻസിയിലും അതുപോലെ തന്നെ ലോ ഫ്രീക്വൻസി, മിഡ് ഫ്രീക്വൻസിയിലും യൂസ് ചെയ്യുന്ന ഹൈബ്രിഡ് പൈ മോഡലിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ലോ ഫ്രീക്വൻസി, മിഡ് ഫ്രീക്വൻസിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഹൈബ്രിഡ് പൈ മോഡലാണ്. സോ റീപ്ലേസ് ദ ട്രാൻസിസ്റ്റർ വിത്ത് ദിസ് ഹൈബ്രിഡ് പൈ മോഡൽ. സോ ഇത്രയും സ്റ്റെപ്സ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടത്. സോ ഇത് എല്ലാം കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ആ ഒരു സർക്യൂട്ട് ഡയഗ്രാം നമുക്ക് റീപ്ലേസ് ചെയ്യാം. സോ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡ്രോ ദ ഫൈനൽ ഇക്വലൻ്റ് മോഡൽ ബൈ കൺസിഡറിങ് ദീസ് 2 സ്റ്റെപ്സ്. ഈ സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2ഉം കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ഫൈനൽ ഇക്വലൻ്റ് മോഡൽ വരയ്ക്കാം. സോ ആ ഫൈനൽ ഇക്വലൻ്റ് മോഡൽ ഞാൻ വരയ്ക്കാൻ പോവാണ്. സോ നമ്മൾ പറഞ്ഞ പോയിൻറ്റ്സ് ഇതൊക്കെയാണ്. VCC ഗ്രൗണ്ട് ചെയ്യുക. VCC ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ the source VCC should be grounded. Then CC, the coupling capacitor CC is short circuited, CB is short circuited, CE is also short circuited. Then replace
ദ ട്രാൻസിസ്റ്റർ വിത്ത് ഹൈബ്രിഡ് പൈ മോഡൽ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. സോ നമുക്ക് അതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് വരച്ച് നോക്കാം. അതിൻ്റെ സ്മോൾ സിഗ്നൽ മോഡൽ, ആ ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ മോഡൽ ഞാനിവിടെ ചെയ്യാൻ പോവാണ്. സോ VCC ഷുഡ് ബി ഗ്രൗണ്ടഡ്, അതാണ് ഒരു സ്റ്റെപ്പ്. ദെൻ ഈ കപ്പാസിറ്ററിനെ നമ്മൾ എന്ത് ചെയ്യണം, ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക. ദെൻ ഈ കപ്പാസിറ്ററിനെയും ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക, ഈ കപ്പാസിറ്ററിനെയും ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക. ദെൻ റീപ്ലേസ് ദിസ് ട്രാൻസിസ്റ്റർ വിത്ത് ഹൈബ്രിഡ് പൈ മോഡൽ. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഞാൻ ആദ്യം ആ ഒരു ഹൈബ്രിഡ് പൈ മോഡൽ, ട്രാൻസിസ്റ്ററിനെ റീപ്ലേസ് ചെയ്തിട്ടുള്ള ഹൈബ്രിഡ് പൈ മോഡൽ തന്നെ ആദ്യം വരയ്ക്കുവാണ്. സോ ദിസ് ഈസ് ഹൈബ്രിഡ് പൈ മോഡൽ വരയ്ക്കുവാണ്. സോ നമുക്ക് ബേസിൽ നിന്നും R⁻ എന്ന് പറയുന്ന റെസിസ്റ്റർ ഉണ്ട്. ദെൻ ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്, വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ കറണ്ട് സോഴ്സ്. ഇത് R⁻ ആണ്. സോ ഇതിന് അക്രോസ് ഉള്ള ആ ഒരു വോൾട്ടേജ് നമ്മൾ പറഞ്ഞു V⁻ ആണ്. V⁻. Then this is GM V⁻. നെക്സ്റ്റ് ഒരു ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് R0 ഉണ്ട്. സോ ഇത്രയുമാണ് നമ്മൾ ട്രാൻസിസ്റ്ററിനെ റീപ്ലേസ് ചെയ്തിട്ടുള്ള. സോ നമുക്ക് ടെർമിനൽസ് പറയാം. ഇതാണ് നമ്മുടെ ബേസ്, ഇതാണ് എമിറ്റർ. സോ ദിസ് ഇസ് ദ എമിറ്റർ ടെർമിനൽ. ആൻഡ് R0 ഇത് കളക്ടറാണ്. സോ ഇത്രയും നമ്മൾ ട്രാൻസിസ്റ്ററിനെ റീപ്ലേസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഹൈബ്രിഡ് പൈ മോഡലാണ്. ദെൻ നമ്മൾ ഇനി പറഞ്ഞ ആദ്യം സ്റ്റെപ്പ് 1 പറഞ്ഞ കണ്ടീഷൻസും കൂടെ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. VCC ഗ്രൗണ്ട് ചെയ്തു, കപ്പാസിറ്റേഴ്സ് എല്ലാം ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. അത് വെച്ചിട്ട് നമ്മൾ ട്രാൻസിസ്റ്ററിനെ നമ്മൾ ഓൾറെഡി റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഓരോ കമ്പോണൻസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ബേസിലേക്ക് വരുവാണെങ്കിൽ ഇതാണ് ബേസ് ടെർമിനൽ. സോ ബേസിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം R1 R2 എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. ഈ R1ഉം R2ഉം വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റേഴ്സ് ആണ്. സോ ഇത് R1 പാരലൽ R2 ആണ്. ദാറ്റ് ക്യാൻ ബി റീപ്ലേസ്ഡ് വിത്ത് RB. സോ RB ഈസ് R1 പാരലൽ R2. സോ ആ ബേസ് റെസിസ്റ്റൻസ് ഞാൻ R1 പാരലൽ, നമുക്കറിയാം RB വെച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. സോ ഇക്വലൻറ്റ് സർക്യൂട്ടിനകത്ത് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് R1നും R2നും കൂടെ ഇക്വലൻ്റ് ആയിട്ട് RB എന്ന് പറയുന്ന ഒരു റെസിസ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് RB. സോ RB ഈസ് R1 പാരലൽ R2. സോ അത് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇത് പാരലൽ ആയതുകൊണ്ട് R1 പാരലൽ R2 ആണ്. ഇവിടെ ഞാൻ അതിനെ ഒരു സിംഗിൾ റെസിസ്റ്റർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. സോ നമുക്കിവിടെ എഴുതാം RB ഈസ് ഈക്വൽ ടു R1 പാരലൽ R2. സോ അത് നമ്മൾ വരച്ചു. ദെൻ നമുക്കറിയാം ബേസിൽ നിന്നും ഒരു RS എന്ന് പറയുന്ന ഒരു റെസിസ്റ്റർ ഉണ്ട്, പിന്നെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, AC വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. സോ അത് നമ്മൾ ഇവിടെ തന്നെ കണക്ട് ചെയ്യും, അതിന് ചേഞ്ച് ഒന്നുമില്ല. സോ ദെയർ ഈസ് RS എന്ന് പറയുന്നത് ആ സീരീസ് റെസിസ്റ്റർ ആണ്. ദെൻ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട് VS. സോ അത്രയും കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ വരച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. VS. ദെൻ ദിസ് ഈസ് RS. ഇത് RB, ഇത് V⁻, R⁻, ഇതിന് അക്രോസുള്ള വോൾട്ടേജ് V⁻ ആണ്. ദെൻ GM V⁻, ദെൻ R0. സോ നമ്മൾ ഇൻപുട്ട് സൈഡ് വരച്ചു. R1 R2ന് പകരം നമ്മൾ RB വെച്ച് റീപ്ലേസ് ചെയ്തു. വേറെ RB ഈസ് R1 പാരലൽ R2. ദെൻ RS വരച്ചു. RS എന്ന് പറയുന്നത് ബേസിൽ നിന്ന് സീരീസ് ആയിട്ട് വരയ്ക്കുന്ന റെസിസ്റ്ററാണ്. അത് വോൾട്ടേജ് സോഴ്സിന് സീരീസ് ആണ്. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ദെൻ നമ്മൾ ഔട്ട്പുട്ട് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റൻസ് ഷോർട്ട് സർക്യൂട്ടാണ്, അത് നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. ഇവിടെ വരുവാണെങ്കിൽ നമ്മുടെ RC നമുക്ക് കാണാം. RC എന്ന് പറയുന്നത് കളക്ടറിൽ നിന്നും വരുന്ന റെസിസ്റ്ററാണ്. അത് നേരെ ഗ്രൗണ്ടിലേക്കാണ്. VCC ഗ്രൗണ്ടാണ്. സോ ഇതാണ് കളക്ടർ. സോ കളക്ടറിൽ നിന്നും ഒരു RC എന്ന് പറയുന്ന ഒരു റെസിസ്റ്റർ വരയ്ക്കുക.
അത് ഗ്രൗണ്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് എമിറ്റർ നമ്മൾ ഗ്രൗണ്ട് പോയിന്റിലേക്കാണ് പോകുന്നത്. സോ ദിസ് ഈസ് ഗ്രൗണ്ടഡ്. സോ എമിറ്റർ ഞാൻ ഗ്രൗണ്ട് ചെയ്യുവാണ്. എമിറ്റർ നമ്മുടെ കോമൺ ടെർമിനലാണ്. സോ ദിസ് ഈസ് ഗ്രൗണ്ടഡ്. സോ RC എന്ന് പറയുന്ന റെസിസ്റ്റർ കളക്ടറിൽ നിന്നും നേരെ ഗ്രൗണ്ടിലേക്കാണ് പോകുന്നത്. ദെൻ അതുപോലെ തന്നെ കളക്ടറിൽ നിന്ന് വരുന്ന ഒരു ലോഡ് റെസിസ്റ്റൻസ് ഉണ്ട് RL. സോ ഇതാണ് ലോഡ് റെസിസ്റ്റൻസ്, കളക്ടറിൽ നിന്ന് വരുന്നതാണ്, അതും ഗ്രൗണ്ടിലേക്കാണ് പോകുന്നത്. സോ ദിസ് ഈസ് RL. ദെൻ ഇതിന് അക്രോസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത്. സോ ദിസ് ഈസ് Vout. RLന് അക്രോസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത്. സോ ഇത്രയും ചേരുന്നതാണ് നമ്മുടെ, സോ ദിസ് ഈസ് കളക്ടർ, ദിസ് ഈസ് എമിറ്റർ ആൻഡ് ദിസ് ഈസ് ബേസ്. സോ നമ്മൾ ഇൻപുട്ടിനെ റീപ്ലേസ് ചെയ്യുക, ഔട്ട്പുട്ട് സൈഡിനെയും അതുപോലെ റീപ്ലേസ് ചെയ്ത് വരയ്ക്കുക. നമുക്ക് നമ്മുടെ ഇക്വലൻ്റ് AC ഇക്വലൻ്റ് സർക്യൂട്ട്, ഫൈനൽ AC ഇക്വലൻ്റ് സർക്യൂട്ട് നമ്മൾ ഹൈബ്രിഡ് പൈ മോഡൽ വെച്ചിട്ട് റീപ്ലേസ് ചെയ്തേക്കുവാണ്. സോ വരയ്ക്കുന്നത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ നമ്മളിതിൻ്റെ അനാലിസിസ് ചെയ്യാൻ പോവാണ്. നമുക്ക് ഇവിടുന്ന് ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, വോൾട്ടേജ് ഗെയിൻ, കറണ്ട് ഗെയിൻ, അപ്പം ഇങ്ങനെയുള്ള പാരാമീറ്റേഴ്സ് എല്ലാം നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. സോ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. സോ RBയുടെ വാല്യൂ നമുക്കറിയാം, R1 പാരലൽ R2 ആണ്, വോൾട്ടേജ് ഡിവൈഡ് റെസിസ്റ്റേഴ്സ് ആണ്. ദെൻ നമ്മൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഫസ്റ്റ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത് ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ്. സോ നമ്മുടെ ബേസ് ആണ് നമ്മുടെ ഇൻപുട്ട്. സോ ഈ ബേസിൽ നിന്നും നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു സൈഡിൽ നിന്നും നോക്കുമ്പോൾ ഉള്ള റെസിസ്റ്റൻസ് വാല്യൂ ആണ് നമ്മുടെ RI എന്ന് പറയുന്ന ഇൻപുട്ട് റെസിസ്റ്റൻസ്. സോ RI വാല്യൂ ആണ് ഞാൻ ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത്. RI ഇവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ RI എന്ന് പറയുന്നത് നോക്കുക, RBയും RPയും ഉണ്ട്, രണ്ട് റെസിസ്റ്റൻസ് ഉണ്ട്, RB ആൻഡ് RPi. ആൻഡ് RB എന്ന് പറഞ്ഞാൽ R1 പാരലൽ R2 ആണ്. സോ we can write RI is equal to RB parallel RPi. സോ ബേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ RBക്കും RPi എന്ന് പറയുന്ന റെസിസ്റ്റേഴ്സും പാരലാണ്. സോ വി ക്യാൻ റൈറ്റ് RI, the input resistance RI is equal to RB parallel RPi. ഇതാണ് ഇൻപുട്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ, വേർ RB is R1 parallel R2. ദെൻ നമ്മളിനി ഔട്ട്പുട്ട് വോൾട്ടേജും ഇൻപുട്ട് വോൾട്ടേജും ഡിറ്റർമിൻ ചെയ്ത് നമ്മൾ വോൾട്ടേജ് ഗെയിൻ ഡിറ്റർമിൻ ചെയ്യാൻ പോവാണ്. വോൾട്ടേജ് ഗെയിൻ അറിയാം, വോൾട്ടേജ് ഗെയിൻ ഈസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. സോ വോൾട്ടേജ് ഗെയിൻ, അത് നമ്മൾ വോൾട്ടേജ് ഗെയിൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് A എന്ന് പറഞ്ഞ ലെറ്റർ AV എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഗെയിൻ ആണ്. സോ AVയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം. AV ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ AV എന്ന് പറയുന്നത് V0/VI, ഈ വാല്യൂ ആണ് നമ്മുടെ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജും ഇൻപുട്ട് വോൾട്ടേജും ഉണ്ടെങ്കിലേ നമുക്ക് ഗെയിൻ മെഷർ ചെയ്യാൻ പറ്റൂ. സോ ഞാൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിറ്റർമിൻ ചെയ്യാൻ പോവാണ്. ഔട്ട്പുട്ട് വോൾട്ടേജ്, സോ ഔട്ട്പുട്ട് സൈഡ് നോക്കുക, ഈ ലോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് നമുക്ക് I0 ആയിട്ട് മാർക്ക് ചെയ്യാം. ദെൻ കളക്ടർ സൈഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ നമ്മുടെ കറണ്ട് സോഴ്സ് എന്ന് പറയുന്നത് GMVpi ആണ്. സോ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ഒരു കറണ്ട് സോഴ്സ് വാല്യൂ, ദാറ്റ് ഈസ് GMVpi, ഈ കറണ്ട് ഇൻറ്റു നമ്മുടെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് വാല്യൂ ആയിരിക്കും നമ്മുടെ വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ I0 എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ലോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്. സോ നമ്മൾ വോൾട്ടേജ് ഗെയിൻ മെഷർ ചെയ്യുമ്പോൾ ഈ കറണ്ട് സോഴ്സ് ഇൻറ്റു ദ ഇക്വലൻ്റ് റെസിസ്റ്റൻസ്, ഇവിടെ നമ്മൾ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ R0യും RCയും RLയും പാരലാണ്. സോ നമുക്ക് പറയാം ഈ GMVpi ഇൻറ്റു ദിസ് ഇക്വലൻ്റ് റെസിസ്റ്റൻസ്. ഇപ്പോൾ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇത് മൂന്നും പാരൽ ആയതുകൊണ്ട് R0 പാരൽ, RC പാരൽ, RL, അത് വെച്ചിട്ട് നമ്മൾ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അത് ഈ ഒരു കറണ്ട് വാല്യൂ, ദാറ്റ് ഈസ് GMVpi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. പക്ഷേ നമുക്കറിയാം ഔട്ട്പുട്ട് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഇത് പ്ലസ് ഇത് മൈനസ് ആണ്. സോ ഇവിടെ നമ്മൾ കറണ്ട് സോഴ്സ് നോക്കുവാണെങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്താണ്ട് ഇങ്ങനെയാണ് പോകുന്നത്. സോ മൈനസ് പ്ലസ് നമ്മൾ വരുവാണെങ്കിൽ നമുക്കറിയാം ഇവിടെ ഒരു മൈനസും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. കറണ്ടിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റാണ്. നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ശരിക്കും കറണ്ടിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. സോ നമ്മൾ ഇവിടെ ആ ഒരു ഇക്വേഷൻ പറയുമ്പോൾ, കറണ്ടിൻ്റെ ഡയറക്ഷൻ പറയുമ്പോൾ നമ്മളൊരു മൈനസും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഇക്വേഷൻ പറയാൻ. സോ ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് GMVpi, അതാണ് കറണ്ട് വാല്യൂ.
into equivalent resistance R0 parallel RC parallel RL. So output value is equal to Gm into V pi into RC parallel RL parallel R0. സോ ഇത് മൂന്നും പാരലാണ്. ഞാനൊരു മൈനസ് കൂടെ കൺസിഡർ ചെയ്യും, കാരണം കറണ്ടിൻ്റെ ഡയറക്ഷൻ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് എടുക്കുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ. സോ V0 ഈസ് ഈക്വൽ ടു ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് ഇക്വേഷൻ. ദെൻ നമുക്ക് ഇൻപുട്ട് വോൾട്ടേജും വേണം, എന്നാലേ നമുക്ക് ഗെയിൻ കണ്ടുപിടിക്കാൻ പറ്റൂ. ഇവിടെ ഇൻപുട്ട് വോൾട്ടേജ് നമ്മളൊരു സോഴ്സ് വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഇൻപുട്ട് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് V പൈ ആണ്. സോ ഇതിനെ ക്രോസ് മാർക്ക് ചെയ്തേക്കുന്ന ഈ V പൈ ആണ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ VI നമുക്ക് V പൈ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ നമുക്ക് V0യും VIയും നമുക്ക് കിട്ടി, ഔട്ട്പുട്ട് വോൾട്ടേജും ഇൻപുട്ട് വോൾട്ടേജും. സോ ദാറ്റ് വി ക്യാൻ റൈറ്റ് AV ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്, ദാറ്റ് ഈസ് ഈക്വൽ ടു minus Gm into V pi RC parallel RL parallel R out by V pi. So ഇവിടെ V pi terms cancel ആയി പോകും. So that we will get minus Gm into RC parallel RL parallel R out. ഇതായിരിക്കും നമുക്ക് വോൾട്ടേജ് ഗെയിനിൻ്റെ എക്സ്പ്രഷനായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഒരു വോൾട്ടേജ് ഗെയിനിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് ഒന്നും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് പറയാം. നമ്മളിവിടെ അതേപോലെ തന്നെ ഇവിടെ GM നമുക്കറിയാം. GMൻ്റെ വാല്യൂ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഓൾറെഡി ഡിറൈവ് ചെയ്തതാണ്. GMൻ്റെ വാല്യൂ രണ്ട് എക്സ്പ്രഷൻസ് നമ്മൾ പറഞ്ഞു പ്രീവിയസ് ലെക്ചറിൽ, നിങ്ങൾ റെഫർ ചെയ്ത് അറിയാം. ബീറ്റ ബൈ ആർ പൈ എന്നൊരു വാല്യൂ ഉണ്ട്, അതുപോലെ തന്നെ ആൽഫ ബൈ RE. അങ്ങനെ ആർ പൈയുടെയും REയുടെയും ടേംസിൽ നമുക്ക്, അല്ലെങ്കിൽ ആൽഫയുടെയും ബീറ്റയുടെയും ടേംസിൽ നമുക്ക് GMനെ എക്സ്പ്രസ് ചെയ്യാം. അത് ഐയും IBയുടെയൊക്കെ കറണ്ട് വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ അത് പറഞ്ഞതാണ്. സോ നമ്മൾ വോൾട്ടേജ് ഗെയിൻ നമ്മൾ ഡിറ്റർമിൻ ചെയ്തു. നമ്മളിനി ഇവിടെ ഒരു സോഴ്സ് റെസിസ്റ്റൻസ് ഉണ്ട്. നമ്മളിവിടെ ഇൻപുട്ട് വോൾട്ടേജ് V പൈ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളിവിടെ എക്സ്പ്രഷൻ എഴുതിയത്. പക്ഷേ ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ്, നമ്മുടെ ഒരു AC വോൾട്ടേജ് സോഴ്സ് VS കൊടുത്തിട്ടുണ്ട്. അതും കൂടെ കൺസിഡർ ചെയ്താണ് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് പറയുന്നതെങ്കിൽ, നമ്മളിവിടെ AC വോൾട്ടേജ് സോഴ്സ് കൺസിഡർ ചെയ്യാതാണ് നേരത്തെ വോൾട്ടേജ് ഗെയിൻ കൺസിഡർ ചെയ്തത്. സോ ഇപ്പോൾ നമ്മൾ പറയുവാണ്, ബൈ കൺസിഡറിങ് ദ വോൾട്ടേജ് സോഴ്സ് VS, ബൈ കൺസിഡറിങ് വോൾട്ടേജ് സോഴ്സ് VS, നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് എങ്ങനെ വരുമെന്ന് നോക്കാം. സോ VSും കൂടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു ഫിഗറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ VS. ഈ ഒരു വോൾട്ടേജ് സോഴ്സും കൂടെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇവിടെ എന്തൊക്കെയുണ്ട്? ഇവിടെ ഒരു റെസിസ്റ്റൻസ് RS ഉണ്ട്. ഇവിടുത്തെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു. RBയും R പൈയും പാരലാണ്. RBയും R പൈയും പാരലാണ്. സോ ആ ഒരു റെസിസ്റ്റൻസ്, സോ ഇവിടെ RS ഉണ്ട്, സീരീസ് ആയിട്ടൊരു റെസിസ്റ്റൻസ്. സോ നമ്മൾ വരയ്ക്കുവാണെങ്കിൽ ഇവിടെ ഒരു RS ഉണ്ട്, ഇവിടെ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ദെൻ ഈ ഒരു RS കണക്ട് ചെയ്തേക്കുന്നത് RBക്കും R പൈ അല്ലേ, ഇത് രണ്ടും പാരലാണ്. RB പാരൽ R പൈ ആണ് നമ്മുടെ RI എന്ന് പറയുന്നത്. അപ്പോൾ RB പാരൽ R പൈക്ക് പകരം എനിക്ക് RI വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. സോ RI വെച്ചിട്ട് നമുക്ക് ഇതൊരു RI റെസിസ്റ്ററായിട്ട് റീപ്ലേസ് ചെയ്യാം. സോ ഇവിടുന്ന് ഞാൻ എൻ്റെ ഇൻപുട്ട് വോൾട്ടേജ്, സോ ഇതിന് അക്രോസ് ഞാൻ ഇൻപുട്ട് വോൾട്ടേജ് മെഷർ ചെയ്യുവാണെങ്കിൽ, വാട്ട് ഈസ് ഈ സോഴ്സ് വോൾട്ടേജും കൂടെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് മെഷർ ചെയ്യുകയാണെങ്കിൽ, RI എന്ന് പറയുന്നത് RB പാരൽ R പൈ ആണ്. സോ ഈ ഒരു സോഴ്സ് വോൾട്ടേജും കൂടെ കൺസിഡർ ചെയ്ത് ഇൻപുട്ട് വോൾട്ടേജ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് VI ഈസ് ഈക്വൽ ടു നമ്മുടെ തെവനിൻസ് തിയറം വെച്ചിട്ട്, അല്ലെങ്കിൽ തെവനിൻസ് ഫോർമുല വെച്ചിട്ട് നമുക്ക് VS ഇൻറ്റു നമ്മൾ RIക്ക് അക്രോസ് ആണ് VI മെഷർ ചെയ്യുന്നത്. സോ RI ഡിവൈഡഡ് ബൈ RS പ്ലസ് RI. സോ ഇങ്ങനൊരു എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് ആ ഇൻപുട്ട് വോൾട്ടേജ് ഡിറ്റർമിൻ ചെയ്യാം ബൈ കൺസിഡറിങ് VS. സോ നമ്മൾ ഇതും കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഇക്വേഷൻ, സോ VSും കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഇൻപുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷനാണ് VS ഇൻറ്റു നമ്മൾ RI ബൈ RI പ്ലസ് RS. ഇതായിരിക്കും നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ്.
സോ ഇതിൽ നിന്നും ഞാൻ വി ഐ ബൈ വി എസ് കൺസിഡർ ചെയ്യുവാണ്. വി ഐ ബൈ വി എസ് ഈസ് ഈക്വൽ ടു ആർ ഐ ബൈ ആർ ഐ പ്ലസ് ആർ എസ്. സോ നമുക്ക് വേണ്ടത് വോൾട്ടേജ് ഗെയിൻ്റെ എക്സ്പ്രഷനാണ്. സോ ഇതിൽ V0 കൊണ്ടുവരണം. അപ്പോൾ ഞാൻ ആ V0 കൊണ്ടുവരാൻ വേണ്ടി നമുക്കിപ്പം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? വോൾട്ടേജ് ഗെയിൻ വിത്ത് എന്താണ്? സോഴ്സ് വോൾട്ടേജ് വിത്ത് വി എസും കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള വോൾട്ടേജ് ഗെയിൻ ആണ്. സോ ഞാൻ അതിനെ AVS എന്ന് കൊടുക്കുവാണ്. ബൈ കൺസിഡറിങ് വോൾട്ടേജ് ഗെയിൻ വിത്ത് വോൾട്ടേജ് സോഴ്സ് VS അതും കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഗെയിൻ. സോ അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ V0 ബൈ VS ആണ്. സോ V0 ബൈ VS കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? V0 ബൈ VI ഇൻറ്റു VI ബൈ VS. ഇത് ചെയ്താൽ നമുക്കിവിടെ VI ക്യാൻസൽ ചെയ്താൽ V0 ബൈ VS തന്നെ കിട്ടും. സോ V0 ബൈ VI ഇത് നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുണ്ട്. V0 ബൈ VI എന്ന് പറഞ്ഞ് നമ്മളൊരു എക്സ്പ്രഷൻ ഇവിടെ ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് -GM ഇൻറ്റു RC പാരൽ RL പാരൽ R0. സോ ആ V0 ബൈ VI എന്ന് പറയുന്നത് എന്താണ്? -GM ഇൻറ്റു RC പാരലൽ RL പാരലൽ R0 ഇൻറ്റു VI ബൈ VS. അതിന് എക്സ്പ്രഷൻ നമ്മളിവിടെ പറഞ്ഞു RI ബൈ RI പ്ലസ് RS. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ നമ്മൾ സോഴ്സ് വോൾട്ടേജും കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള വോൾട്ടേജ് ഗെയിനിൻ്റെ എക്സ്പ്രഷനാണ് ഈ ഒരു എക്സ്പ്രഷൻ. സോ വോൾട്ടേജ് ഗെയിന് രണ്ട് എക്സ്പ്രഷൻ പഠിച്ചു. വിത്തൗട്ട് കൺസിഡറിങ് ദ വോൾട്ടേജ് സോഴ്സ് VS ആൻഡ് ബൈ കൺസിഡറിങ് ദ വോൾട്ടേജ് സോഴ്സ് VS. രണ്ട് എക്സ്പ്രഷൻസ് നമ്മൾ പറഞ്ഞു. സോ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആയി, അതുപോലെ തന്നെ വോൾട്ടേജ് ഗെയിൻ എക്സ്പ്രഷനായി. ദെൻ തേർഡ് വൺ ഈസ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. സോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് നമ്മൾ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യുന്നത് ഔട്ട്പുട്ട് ടെർമിനൽ അക്രോസ് നമ്മൾ മെഷർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. സോ ദാറ്റ് ഈസ് R0. സോ ബൈ ലുക്കിംഗ് ദിസ് സൈഡ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു സ്കെലൻസ് റെസിസ്റ്റൻസ് ആണ് R0 ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. സോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് നമ്മൾ ഔട്ട്പുട്ട് ടെർമിനൽസിനെ അക്രോസ് നമ്മൾ മെഷർ ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് അത് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് R0 മെഷർ ചെയ്യാൻ നേരത്ത് നമ്മുടെ സോഴ്സ് വോൾട്ടേജ് VS വാല്യൂ 0 ആയിരിക്കണം. സോ ഫോർ മെഷറിങ് നമുക്കിവിടെ എഴുതാം, ഫോർ മെഷറിങ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് സോഴ്സ് 0 ആക്കി വെക്കുക. ഫോർ മെഷറിങ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് VS should be 0. VS is equal to 0. VS 0 ആണെങ്കിൽ നമുക്കറിയാം VS 0 ആണെങ്കിൽ the value of V pi will also be 0. VS 0 ആണെങ്കിൽ the value of V pi will be equal to 0. കാരണം V pi എന്ന് പറയുന്നത് ഇതിന് പാരലായിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നതാണ്. സോ V pi 0 ആയിരിക്കും. V pi 0 ആണെങ്കിൽ GM V pi will be 0. So we can write, therefore we can write V pi will be 0 and GM into V pi will also be 0. ആ ടേംസ് എല്ലാം 0 ആയിരിക്കും. സോ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഈ ടേം ഇല്ല, V pi 0 ആണ്, GM V pi 0 ആണ്. ദെൻ റെസിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ RCയും R0യും മാത്രമേ ഉള്ളൂ, അത് പാരലാണ്. സോ വി ക്യാൻ റൈറ്റ് ക്യാപിറ്റൽ R0 ഈസ് ഈക്വൽ ടു സ്മോൾ R0 പാരലൽ RC. സോ ഇതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. സോ വി ക്യാൻ റൈറ്റ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് R0 ഈസ് ഈക്വൽ ടു RC പാരലൽ R0. സോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസിന് എക്സ്പ്രഷനായി. ഇനി നമുക്ക് മെഷർ ചെയ്യാനുള്ളത് കറണ്ട് ഗെയിൻ ആണ്. നമ്മൾ വോൾട്ടേജ് ഗെയിൻ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ഈസ് കറണ്ട് ഗെയിൻ. കറണ്ട് ഗെയിൻ നമുക്കറിയാം ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട് ആണ്. സോ കറണ്ട് ഗെയിൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് AI വെച്ചിട്ടാണ്. ദാറ്റ് ഈസ് ഔട്ട്പുട്ട് കറണ്ട് I0 ബൈ ഇൻപുട്ട് കറണ്ട് II. സോ ആ രണ്ട് കറണ്ടും ഇവിടെ മാർക്ക് ചെയ്യാം. നമ്മുടെ ഇക്വലൻറ്റ് സർക്യൂട്ടിനകത്ത് ഈ ലോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് I0 ആൻഡ് ദിസ് ഇസ് ദ II ഇൻപുട്ട് കറണ്ട്
ii. സോ ഇതിൻ്റെ വാല്യൂ നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. ഐയുടെയും I0യുടെയും വാല്യൂ. I0 എന്ന് പറയുന്നത് RLലൂടെ ഫ്ലോ ചെയ്യുന്ന ഒരു കറണ്ടാണ്. സോ അതിനെ നമുക്ക് ഡയറക്റ്റ്ലി എഴുതാം V0/RL ആയിരിക്കും I0 എന്ന് പറയുന്നത്. സോ we can write I0 equal to V0/RL. സോ I0 കിട്ടി. I എന്താണ്? ഇൻപുട്ട് കറണ്ടാണ്. സോ ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് RI. സോ RI നമ്മൾ ഓൾറെഡി മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട് RI. സോ ഇൻപുട്ട് വോൾട്ടേജ് എത്രയാണോ അതിന് VI എന്ന് കൊടുത്തു. ആ VIയും ഇവിടുത്തെ RI ഇൻപുട്ട് റെസിസ്റ്റൻസും തമ്മിലുള്ള ആ റേഷ്യോ ആണ് II അല്ലെങ്കിൽ ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത്. സോ ആ ഒരു എക്സ്പ്രഷൻ ഞാനിവിടെ എഴുതി. ദെൻ സോ വി ക്യാൻ റൈറ്റ് therefore current gain AI is equal to output current by input current, and this is equal to V0/RL the whole divided by VI/RI. സോ ഇതിനെ നമ്മൾ ഒന്നുകൂടെ മോഡിഫൈ ചെയ്ത് എഴുതുവാണെങ്കിൽ V0/VI into RI/RL എന്ന് കിട്ടും. ഈ V0/VI ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വോൾട്ടേജ് ഗെയിൻ AV ഇൻറ്റു RI/RL. RI എന്ന് പറയുന്നത് അറിയാം, RI/RL ഇൻപുട്ട് റെസിസ്റ്റൻസ് ബൈ ലോഡ് റെസിസ്റ്റൻസ്. ഇതായിരിക്കും നമ്മുടെ കറണ്ട് ഗെയിനിൻ്റെ ഇക്വേഷൻ. സോ കറണ്ട് ഗെയിൻ ഈസ് ഈക്വൽ ടു AV ഇൻറ്റു RI/RL. സോ ഇതാണ് നമ്മുടെ കറണ്ട് ഗെയിൻ്റെ ഇക്വേഷൻ. സോ നമ്മൾ ഗെയിനിൻ്റെ ഇക്വേഷൻസ് വോൾട്ടേജ് ഗെയിൻ, കറണ്ട് ഗെയിൻ, ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഇതെല്ലാം നമ്മൾ ഡിറൈവ് ചെയ്തു. സോ ഇതാണ് ദ സ്മോൾ സിഗ്നൽ അനാലിസിസ് ഓഫ് C ആംപ്ലിഫയർ യൂസിങ് സ്മോൾ സിഗ്നൽ ഹൈബ്രിഡ് പൈ മോഡൽ ഫോർ മിഡ് ഫ്രീക്വൻസി. സോ ഇതിൽ നമുക്ക് ആവശ്യമുള്ള പാരാമീറ്റേഴ്സ് എല്ലാം നമ്മൾ മെഷർ ചെയ്തു. ഈ ഒരു അനാലിസിസ് നമ്മൾ ചെയ്തത് ഈ ഒരു കപ്പാസിറ്റർ C എന്ന് പറയുന്ന കപ്പാസിറ്റർ ഇൻക്ലൂഡഡ് ആണ്. സോ ഇവിടെ നമ്മൾ വിത്ത് CE ഈ ഒരു അനാലിസിസ് ആണ് നമ്മളിപ്പം പഠിച്ചത്. വിത്ത് CE എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു മിഡ് ഫ്രീക്വൻസി അനാലിസിസ് ആണ് ചെയ്തത്. നെക്സ്റ്റ് ലെക്ചറിൽ നമ്മൾ ഈ ഒരു C എന്ന് പറയുന്ന കപ്പാസിറ്റർ റിമൂവ് ചെയ്തിട്ട് ഉള്ള അനാലിസിസ് ആണ് ചെയ്യുന്നത്. ഇപ്പം നമുക്കറിയാം വാട്ട് ഈസ് എ ഫങ്ഷൻ ഓഫ് C എന്നുള്ളത്. സോ അത് നമ്മൾ അടുത്ത ലെക്ചറിൽ അതിൻ്റെ അനാലിസിസ് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.